ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കിളിക്കൂട്ടിലുള്ള എല്ലാവരും ഓണം ആഘോഷിക്കുകയും ചാന്ദിനിയും അവിനാശും നീതുവുമെല്ലാം അവിടേക്ക് വരികയും അവരുടെ ഒപ്പം ഓണം ആഘോഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഗായത്രിയെ കുറിച്ച് ആലോചിച്ച് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് സുധീഷ്. ഗായത്രിയുടെ രണ്ട് ബോയ് ഫ്രണ്ട്സ് കിളിക്കൂട്ടിലേക്ക് വരികയാണ്. അതിലൊരാൾ പറയുന്നു, എന്ത് അഹങ്കാരം ഉണ്ടായിട്ടാ അവൻ നമ്മുടെ ഗായത്രിയെ ചതിച്ചത്, അവനെ വെറുതെ വിടരുത്. പുറത്തിരിക്കുന്ന ഭാസ്കരൻ ചോദിക്കുന്നു, ആരാ നിങ്ങളൊക്കെ? സുധീഷിനെ കാണുമെന്ന് അവർ പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, സുധീഷിന്റെ ഫ്രണ്ട്സ് ആണോ? അപ്പൊ ഭാസ്കരൻ പറയാണ്, ഡീസന്റ് ആണല്ലോ, എങ്ങനെ അവന്റെ ഫ്രണ്ട്സ് ആയി? സുധീഷ് എന്ന് അവർ ഉറക്കെ വിളിക്കുമ്പോൾ ആരാന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആരാ നിങ്ങളെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അവർ പറയുന്നു, സുധീഷിനെ കാണണം. അപ്പൊ സുഭാഷ് പറയണ, ആരാ നിങ്ങളെന്ന് ആദ്യം പറ. അപ്പൊ ഫ്രണ്ട് പറയുന്നു, പറഞ്ഞില്ലേ സുധീഷിനെ കാണണമെന്ന്. ആരാ നിങ്ങളെന്ന് ചോദിച്ച് ഹരീഷും നികേഷും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അവർ പറയുന്നു, ഞങ്ങൾക്ക് സുധീഷിനെ കാണണം. ഹരീഷ് പതിയെ സുഭാഷിനോട് പറയണ, ഇത് ഗായത്രിയുടെ ഫ്രണ്ട്സാ. സുധീഷ് ടെൻഷനോടുകൂടി നിധിയെ നോക്കുകയാണ്. നിധി അകത്ത് തന്നെ ഇരിക്കുന്നു. സുധീഷ് ടെൻഷനോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവർ പറയുന്നു, ദേ വരുന്നു. ഇത്രയ്ക്ക് മോശപ്പെട്ടവനായിരുന്നോ നീ? കല്യാണം കഴിഞ്ഞ കാര്യം മറച്ചു വെച്ച് ഗായത്രിയെ ചതിക്കുകയല്ലായിരുന്നോ നീ? ഞങ്ങളുടെ ഫ്രണ്ടിനെ ചതിച്ച നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. അപ്പൊ സുധീഷ് പറയുന്നു, ബഹളം വെക്കാതെ എന്താണെങ്കിലും പുറത്ത് നിന്ന് സംസാരിക്കാം, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് അവരെയും കൂട്ടി മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് ഹരീഷും നികേഷും സുധീഷും. ടെൻഷനോടുകൂടി നിധി ഒന്ന് നോക്കിയിട്ട് സുഭാഷും പിന്നാലെ പോകുന്നു. നിധി അവിടെ തന്നെ ഇരിക്കുന്നു. അവർ പറയുന്നു, ഗായത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. ഹരീഷ് ചോദിക്കുന്നു, എന്താണെങ്കിലും പതിയെ പറ, എന്ത് നടന്നിട്ട് ഇങ്ങനെ ബഹളം വെക്കുന്നത്? നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ സുധീഷേട്ടൻ മറുപടി പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒച്ച വെക്കണ്ട. അപ്പൊ അതിലൊരാൾ പറയുന്നു, ഗായത്രിയുടെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? സുധീഷ് അവളെ അവോയ്ഡ് ചെയ്ത് തന്നെ അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞെന്നുകൂടി അറിഞ്ഞതോടെ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. കഥകി തട്ടി വിളിച്ചാലും തുറക്കില്ല. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കുന്നു, എടാ കഥക് തുറക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവൻ മേസ്തിരിയാ, അവൻ ഡ്രൈവർ, മറ്റവൻ മെക്കാനിക്. ഈ ചെറിയ പയ്യനാണെങ്കിൽ കോളേജിൽ പഠിക്കുന്നതേ ഉള്ളൂ. ഇവരോട് വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പോയൊരു കാർപ്പൻറ്ററെ കാണ്, അതല്ലാതെ ഇവിടെ വന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. നികേഷ് ചോദിക്കുന്നത്, നിങ്ങളിപ്പോ എന്തിനാ കോമഡി പറയുന്നത്? അപ്പൊ ഭാസ്കരൻ പറയണ, ഞാൻ സത്യമായിട്ടാ പറഞ്ഞേ, കഥക് തുറക്കുന്നില്ലെങ്കിൽ പോയി കാർപ്പൻറ്ററെ കാണും, ഇല്ലെങ്കിൽ പൂട്ട് തുറക്കുന്നവനെ പോയി കാണും, അല്ലാതെ ഇവിടെ വന്ന് ഇവരോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അച്ഛനെന്താ മിണ്ടാതിരിക്കുന്ന സുഭാഷ് പറയുമ്പോൾ ഫ്രണ്ട്സിൽ ഒരാൾ പറയുന്നു, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ആരും നിങ്ങളെ വെറുതെ വിടില്ല. ഞങ്ങള് കോളേജിൽ പഠിക്കുന്ന കുട്ടികളല്ലേ, വലുതായിട്ട് ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കണ്ട, ഞങ്ങൾ വലിയ ഗ്യാങ്ങാ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, ആ കുട്ടിക്ക് സങ്കടം വന്നു എന്ന് പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. അതിനുവേണ്ടി വീട്ടിൽ വന്ന ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട, അതങ്ങോട്ട് നിർത്തിയേക്ക്. വലിയ ഗാങ് എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയൊന്നും വേണ്ട. ആ കുട്ടിക്ക് ഒന്നും സംഭവിച്ചു കാണില്ല, കഥ അടച്ച് ഉറങ്ങുകയായിരിക്കും. നിങ്ങൾ ചെന്ന് കഥക് തുറന്ന് നോക്ക്, അതല്ലാതെ ഇവിടെ വന്ന് ബഹളം വെക്കാതെ പോകാനാ പറഞ്ഞേ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സുധീഷിനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഗായത്രിയുടെ ഫ്രണ്ട്സ് ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, എന്താടാ നോക്കി പഠിപ്പിക്കുകയാണോ? പോകാൻ നോക്ക്. അങ്ങനെ ഹരീഷ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറി വന്ന നികേഷ് പറയുന്നു, സൂപ്പർ സുധീഷ് ഏട്ടാ, ഇങ്ങനെ വേണം. നിധി സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. ഹരീഷ് പറയുന്നു, ഞാൻ സുധീഷിനോട് പറഞ്ഞല്ലേ ആ കുട്ടിയോട് സംസാരിച്ച് മനസ്സിലാക്കിക്കണോന്ന്. അപ്പൊ സുധീഷ് പറയണ, പറഞ്ഞാ മനസ്സിലാകണ്ടേടാ, ആ പെണ്ണ് പറഞ്ഞ ആരും തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? സുഭാഷേട്ടൻ എന്തിനാ ആ പെണ്ണിനോട് എന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞ്? അത് കാരണോ ഇത്രയും പ്രശ്നം? ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നടാ? ആ കുട്ടി കരഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നു, ഞാൻ പിന്നെ എന്ത് പറഞ്ഞാ ആ കുട്ടിയെ ഇവിടുന്ന് പറഞ്ഞു വിടുക? അതേ മോളെ, ഇവനും ഗായത്രി ഇഷ്ടമാ, കല്യാണം കഴിച്ച് ഇവനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാൻ പറയണമായിരുന്നു. നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോടാ? വീട്ടിലെല്ലാവരും ഇത് തെറ്റാണ് വേണ്ടാന്ന് പറഞ്ഞതല്ലേ? നികേഷും നിന്നോട് പറഞ്ഞതല്ലേ? നീ കേട്ടില്ലല്ലോ? മാറി മാറി കളർ ഡ്രസ്സും പെർഫ്യൂമും ഒക്കെ അടിച്ച് വഴി പോയി നിൽക്കുകയല്ലായിരുന്നോ? എന്താടാ, ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചു? ഞാൻ എല്ലാം അറിഞ്ഞടാ. നീ ആ പെണ്ണിനെ പോലെ കോളേജിൽ പഠിക്കുന്ന പയ്യനൊന്നും അല്ലല്ലോ. നിന്റെ കല്യാണം കഴിഞ്ഞതാ, ആ ഉത്തരവാദിത്വം കുറച്ചെങ്കിലും ഉണ്ടോ നിനക്ക്? നിന്നോട് എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയില്ലടാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ, ഇനി മര്യാദയ്ക്ക് ജീവിച്ചൂടെ നിനക്ക്? വിവരമുള്ളവൻ ചെയ്യുന്ന ജോലിയാണോ ഇത്? നിന്റെ ജീവിതം നന്നായി വരണമെന്ന് നിനക്ക് ആഗ്രഹമില്ലടാ സുധീഷേ. നിന്നെ ഇങ്ങനെ വളർത്തിയതോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുവാ. നികേഷും ഹരീഷും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ടോ? നീ മാത്രം എന്താണ് ഇങ്ങനെയായിപ്പോയെ? ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് മറ്റൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ആ കുട്ടി പറയുന്നു പ്രേമമാണെന്ന്. നിന്നെ ചോദ്യം ചെയ്താൽ നിനക്ക് ദേഷ്യം വരുന്നു. മര്യാദയ്ക്ക് ജീവിച്ചോണം. എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, സുഭാഷേട്ടൻ പറയുന്ന കേട്ടാ തോന്നുമല്ലോ എന്റെ കല്യാണം ശരിക്കും നടന്നതാണെന്ന്. എല്ലാം അറിഞ്ഞിട്ടും സുഭാഷേട്ടൻ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. എന്റെ കല്യാണം കഴിഞ്ഞ് നല്ല സ്നേഹമുള്ളൊരു ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഞാൻ വേറെ ഒരു പെണ്ണിനോട് ശൃംഗരിക്കാൻ പോയതുപോലെയാണല്ലോ സുഭാഷേട്ടൻ പറയുന്നത്. ഈ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് സുഭാഷേട്ടന് നന്നായിട്ട് അറിയാലോ. ഇതെന്താ ഒറിജിനൽ കല്യാണമായിരുന്നോ? ഫേക്ക് കല്യാണമായിരുന്നു. മാഡം ഇത് കല്യാണമായിട്ട് കണ്ടിട്ട് പോലുമില്ല. മാഡത്തിന് ഞാൻ റോഡിലൂടെ പോകുന്ന
പോകുന്ന ഒരാളെ പോലെയുള്ളൂ. എപ്പോഴാ ചാൻസ് കിട്ടുക ഇവിടെ നിന്ന് രക്ഷപ്പെടാനെന്ന് നോക്കിയിരിക്കുകയാണ് നിധി. മാഡം എനിക്ക് വേണ്ടിയൊന്നും അല്ലല്ലോ ഈ വീട്ടിൽ താമസിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. നിങ്ങളെ എല്ലാവരെയും മാഡത്തിന് ഇഷ്ടാ. നിങ്ങളോട് എല്ലാവരും മാഡം ഈസി ആയിട്ട് കണക്ട് ആയി. അതുകൊണ്ടാണ് മാഡം ഇപ്പോഴും ഇവിടെ താമസിക്കുന്നത്. അങ്ങനെയുള്ള നിധിയെ ഞാൻ എന്റെ ഭാര്യയായിട്ട് കാണാൻ പറ്റുമോ? അതിന് മാഡം സമ്മതിക്കോ? അറിയാതെ ഒന്ന് റൂമിലേക്ക് കയറിയ പോലും അയ്യോ അമ്മേ സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് ഉറക്കെ ബഹളം വെക്കുകയല്ലേ. ഈ സാഹചര്യത്തില് ഞാൻ പുറത്തുപോയി മറ്റൊരു പെണ്ണിനോട് സംസാരിക്കുന്നത് തെറ്റാണോ? ഇപ്പൊ പോലും മാഡം ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഡിവോഴ്സ് കിട്ടിയാലുടനെ ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലാതാകും. പിന്നെ നിധി ആരോ ഞാൻ വേറെ ആരോ. ഇതൊക്കെയല്ലേ ഞാനും ചിന്തിക്കുക. അന്ന് നിധിയുടെ ഓഫീസിൽ നിന്നും ഒരു ബോസ് വന്നില്ല. ആ ബോസിനോട് നിധി എന്താ പറഞ്ഞേ? കസിൻ എന്നാ എന്നെ പരിചയപ്പെടുത്തി. ഹസ്ബൻഡ് എന്നല്ലല്ലോ പറഞ്ഞേ. പിന്നെ ഞാൻ മാത്രം എങ്ങനെയാ സുഭാഷ് ഏട്ടാ പുറത്തുപോയി എന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് പറയുക? ഇല്ലെങ്കിൽ എന്തിന് ഞാൻ പറയണം എന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന്? ഞാൻ പുറത്തുള്ളവരോട് പറയേണ്ട കാര്യമുണ്ടോ? സുഭാഷ് ഏട്ടാ ഇതുവരെ എന്റെ കല്യാണം കഴിഞ്ഞതല്ല. നിധിയെ സംബന്ധിച്ച് ഇതൊരു ഫേക്ക് മാരേജ്. ഞാൻ മാത്രം എന്തിന് അതൊരു കല്യാണമായിട്ട് കാണണം? കുറച്ചുനാൾ കഴിയുമ്പോൾ ഡിവോഴ്സ് കിട്ടും. അതിനുശേഷം നിധി ബാഗ് എടുത്ത് ഇവിടുന്ന് പൊയ്ക്കോളും. പിന്നെ ഞാൻ ഒറ്റയ്ക്കാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരു പെണ്ണിനോട് സംസാരിച്ചെന്ന് കരുതി എന്ത് തെറ്റാ? നിധി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിധിയുടെയും എന്റെ ഇടയില് ഒന്നുമില്ല. നമ്മുടെ ഇതൊരു ഫേക്ക് മാരേജ് ആയിരുന്നു. നിധി എന്നെ കസിൻ ആയിട്ടാ കാണുന്നത്. പിന്നെ ഞാൻ മാത്രം എങ്ങനെയാ നിധി എന്റെ വൈഫാണെന്ന് പറയുക? അതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് ഒന്നും പറയാഞ്ഞത്. ഞാൻ ചതിച്ചു എന്ന് പറഞ്ഞ് എന്റെ സുഭാഷ് ഏട്ടൻ ബഹളം വെക്കുകയാണല്ലോ. ഞാൻ നിധിയെ ചതിച്ചോ? എന്റെ മാരേജ് ശരിക്കും നടന്നതായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് ഗായത്രിയോട് പറഞ്ഞേനെ. എന്റെ കല്യാണം കഴിഞ്ഞതല്ലോ. സുഭാഷ് ഏട്ടാ വാ ഇപ്പൊ തന്നെ നമുക്ക് ആ പെണ്ണിനെ പോയി കാണാം. നിധിയാണ് എന്റെ വൈഫ് എന്ന് പറയാം. നിധി വരുമോ എന്ന് ചോദിക്ക് സുഭാഷ് ഏട്ടാ. നിധി വരില്ല. എനിക്കറിയാം വരത്തില്ലാന്ന്. ഇപ്പൊ പറ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ആ ഗായത്രി സംസാരിച്ചു, ഞാനും സംസാരിച്ചു. അവളോട് എനിക്ക് പ്രേമമൊന്നുമില്ല. അതുകൊണ്ട് കല്യാണം കഴിച്ച കാര്യം മറച്ചു വെച്ച് ആ കുട്ടിയെ ചതിച്ചു എന്നുള്ള ഒരു പഴി എന്റെ തലയിൽ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കണ്ട. നിധി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? പറ നിധി ഞാൻ പറഞ്ഞത് ശരിയല്ലേന്ന്. നിധി ഒന്നും മിണ്ടാതെ കുനിങ്ങിയിരിക്കുമ്പോൾ ഹരീശ്വരന് സുധീഷേട്ടൻ ആള് കൊള്ളാലോ. അപ്പൊ നികേശ്വരന് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ഏട്ടത്തിയുടെ വായടപ്പിക്കുന്ന സംസാരമാണല്ലോ. സുധീഷ് പറയുന്നു നിധി പറ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിധിക്ക് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അവിടെ ഒന്ന് എഴുന്നേറ്റ് നിധി പറയുന്നു അതെ സുധീഷ് പറഞ്ഞതെല്ലാം ശരിയാ. എന്താന്ന് ചോദിച്ച് സുധീഷ് ഞെട്ടി നിൽക്കുമ്പോൾ സുഭാഷും നികേഷും ഹരീഷും എല്ലാം ഞെട്ടി നിൽക്കുകയാണ്. പുറത്തു നിൽക്കുന്ന ഭാസ്കരനും അവരെ ശ്രദ്ധിക്കുന്നു. നിധി പറയുന്നു നമ്മൾ ഡിവോഴ്സ് ആകാൻ പോവുകയല്ലേ? സുധീഷ് പറഞ്ഞതെല്ലാം ശരിയാ. സുഭാഷ് ഏട്ടാ ഞങ്ങളുടേത് ഫേക്ക് മാരേജ് ആയിരുന്നു. ഞാൻ സുധീഷിനെ എന്റെ ഹസ്ബൻഡായിട്ട് കണ്ടിട്ടില്ല. പിന്നെ എന്തിനാ സുഭാഷ് ഏട്ടാ ഞാൻ സുധീഷിന്റെ വൈഫാണെന്ന് പറയുന്നേ? അത് ഗായത്രിയോട് പറയേണ്ട കാര്യമില്ലല്ലോ. സുധീഷ് മനസ്സിൽ പറയുന്നു ഇതെന്താ നിധി ഇങ്ങനെ സംസാരിക്കുന്നത്? അപ്പൊ നിധി പറയണ സുധീഷ് പറഞ്ഞതെല്ലാം ശരിയാ. സുധീഷിന് ആരോട് വേണമെങ്കിലും സംസാരിക്കും. അതിൽ ഒരു തെറ്റുമില്ല. യെസ് യു ആർ റൈറ്റ്. സുഭാഷ് ഏട്ടൻ പറഞ്ഞത് തെറ്റ്. എന്തിനാ സുഭാഷ് ഏട്ടൻ ആ പെണ്ണിനോട് സുധീഷിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞേ? സുധീഷിന്റെ കല്യാണം കഴിഞ്ഞതല്ലോ. എല്ലായിടത്തും സുധീഷ് കറക്റ്റ് ആയിരുന്നു. സുഭാഷ് ഏട്ടനാ തെറ്റിയത്. സുധീഷ് മനസ്സിൽ പറയണ ഇവളെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ആ ഗായത്രിയോട് സംസാരിക്കുമ്പോഴൊക്കെ ഇവക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നല്ലോ. നിധി പറയുന്നു സുധീഷ് പോയി ഗായത്രിയെ കാണാം. പാവം ഇന്നലെ മുതൽ കഥക് തുറന്നിട്ടില്ല എന്നല്ലേ പറയുന്നേ? സുധീഷ് പോയി വിളിച്ചാൽ ഉറപ്പായിട്ടും ആ കുട്ടി കഥക് തുറക്കും. ഗായത്രിയോട് നടന്നതെല്ലാം പറയണം. എന്റെ ചേട്ടൻ ഗായത്രിയോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. എന്റേത് ഒരു ഫേക്ക് മാരേജ് ആയിരുന്നു. ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുമെന്ന് പറയണം. എല്ലാ സത്യവും തുറന്നു പറയണം. ഒന്നും മറക്കാൻ പാടില്ല. എല്ലാം തുറന്നു പറഞ്ഞിട്ട് ഗായത്രിയുമായിട്ടുള്ള ലവ് കണ്ടിന്യൂ ചെയ്യണം സുധീഷ്. അതാണ് കറക്റ്റ്. ഇതെല്ലാം കേട്ട് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് സുധീഷ്. സുഭാഷ് പറയുന്നു അവൻ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി മോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വീണ്ടും എന്തിനാ ഇവൻ ഗായത്രിയെ പോയി കാണുന്നേ? അപ്പൊ നിധി പറയണ സുഭാഷിട്ടാ സുധീഷ് പോയി ഗായത്രിയെ കാണട്ടെ. സുധീഷ് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ശരിയല്ലായിരുന്നോ? സുധീഷ് പോട്ടെ. സുധീഷ് ചോദിക്കുന്നു പോട്ടെന്നോ? നിധി ചോദിക്കണ സുധീഷ് എന്താ ഇങ്ങനെ നിക്കുന്നേ? സുധീഷ് പോയി ഗായത്രിയുടെ എല്ലാ സത്യവും പറ. ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സുധീഷ് മനസ്സിൽ പറയുമ്പോൾ നിധി പറയണ പോ സുധീഷേ. സുധീഷ് തുറന്നു പറയുന്നോ അതോ ഞാൻ പറയണോ? ഒരു കാര്യം ചെയ്യാം. സുധീഷ് പറഞ്ഞാൽ ശരിയാകില്ല. ആ കുട്ടി സുധീഷ് പറഞ്ഞാൽ വിശ്വസിക്കണമെന്നില്ല. ഇത് ഞാൻ പോയി പറഞ്ഞാൽ ആ കുട്ടി ഉറപ്പായിട്ടും വിശ്വസിക്കും. ഇത് കേട്ട് സുഭാഷ് ഏട്ടെന്ന് വിളിച്ച് സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ ഹരീഷ് പതിയെ നികേഷിനോട് ചോദിക്കുന്നു ഇതെന്താടാ ട്വിസ്റ്റിന് മുകളിൽ ട്വിസ്റ്റ് ആണോ? ഒന്നും മനസ്സിലാവുന്നില്ല ഹരീഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയണ ഞാൻ പോയി നടന്ന എല്ലാ സത്യവും തുറന്നു പറയാം. എന്റെ വീട്ടില് എന്റെ കല്യാണം തീരുമാനിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ സുധീഷാണ് എന്നെ സഹായിച്ചത്. അങ്ങനെയാ സുധീഷ് ഈ കല്യാണ നാടകത്തിൽ പെട്ടത്. ഞങ്ങളുടെ ഇതൊരു ശരിക്കുള്ള കല്യാണം അല്ലായിരുന്നു. ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സുധീഷ് ഗായത്രിയോട് കള്ളം പറഞ്ഞ് ചതിച്ചതല്ല. അങ്ങനെയൊക്കെ പറയാം. സുധീഷ് ശരിക്കും ഗായത്രിയെ പ്രണയിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ട് ഭാസ്കരൻ പറയണ സൂപ്പർ മോളെ. ഇങ്ങനെ വേണം. മോള് തന്നെ ചെന്ന് പറയണം. ഇങ്ങനെ സംസാരിച്ചെന്നാൽ ആ കുട്ടി എന്തെങ്കിലും കടുങ്കൈ ചെയ്യും. പിന്നെ ജീവിതകാലം മുഴുവൻ നീ ജയിലിലായിരിക്കും. നോക്ക് നിനക്ക് കമ്പനിക്ക് ആളില്ലാന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടി ജയിലിലേക്ക് കൊണ്ടുപോകരുത്. എനിക്കാണെങ്കിൽ ജയിലിലെ ഭക്ഷണം ഒട്ടും ശരിയാകില്ല. ഇത് കേട്ട് സുധീഷ് ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ സംശയത്തോടു കൂടി ഭാസ്കരനെ നോക്കുകയാണ് നികേഷും ഹരീഷും. സുഭാഷ് പറയണ അച്ഛൻ പറഞ്ഞതുപോലെ ആ പെണ്ണെന്തെങ്കിലും കടുങ്കൈ ചെയ്യോ? അങ്ങനെയൊന്നും ചെയ്യില്ല സുഭാഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കാണ് എന്തുകൊണ്ട് ചെയ്യില്ല? അവളുടെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് ബഹളം വെച്ചിട്ട് പോകുന്നത് കണ്ടില്ലേ?
ഗ്യാങ് വരെ ഉള്ളവരാ. ആ കഥ തുറന്നു നോക്കിയാലല്ലേ അറിയൂ ആ കുട്ടി ജീവനോടുണ്ടോ ഇല്ലയോന്ന്. ഇത് കിട്ടിയ സുഭാഷ് ചോദിക്കുന്നു, അച്ഛൻ എന്താ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നേ? ആ കുട്ടി ഇന്നലെയും അതുപോലെ കരഞ്ഞതാണ്. ഞാൻ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇപ്പൊ എന്തെങ്കിലും തെറ്റായ തീരുമാനം എടുക്കൂടാ? അപ്പൊ ഭാസ്കരൻ ചോദിക്കണേ, എന്തുകൊണ്ട് എടുക്കില്ല? ഇപ്പൊ തന്നെ നമ്മുടെ വീട്ടിലുള്ള ശാപം ഒന്നും പോരെ? ഇനി ആ കുട്ടി ജീവിതം അവസാനിപ്പിച്ചതിന്റെ ശാപം കൂടി നമുക്ക് വേണോ? ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, സുഭാഷേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് എന്റെ പ്രശ്നമാ, ഞാൻ നോക്കിക്കോളാം. അപ്പൊ ദിതി പറയണ, സുധീഷ് ഇത് സുധീഷിന്റെ പ്രശ്നം മാത്രമല്ല നമ്മുടെ പ്രശ്നമാ. സുധീഷ് പറഞ്ഞു ശരിയാ. ഇപ്പം ആ കുട്ടി ദേഷ്യപ്പെട്ട് വാതിലടച്ചിരിക്കുന്നതിന്റെ കാരണം സുധീഷിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞതുകൊണ്ടാ. സുധീഷിന്റെ കല്യാണം കഴിഞ്ഞില്ലെന്ന് ആ കുട്ടി അറിഞ്ഞാൽ അവള് നോർമലാകും. ഈ കാര്യം സുധീഷ് പോയി പറഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും വിശ്വസിക്കില്ല. സുധീഷ് കള്ളം പറയുകയാണെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞാൽ ശരിയാകും. ഏട്ടത്തി എന്താ ഇതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണേ, ഏട്ടത്തി അതൊന്നും വേണ്ട. അപ്പൊ നിധി പറയണേ, എന്താ നികേഷ് ഇത് ഞാൻ കാരണം ഉണ്ടായ പ്രശ്നമല്ലേ? എന്നെ സഹായിക്കാൻ വന്നല്ലേ സുധീഷ് ഇത്രയും വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടത്? അപ്പൊ സുധീഷ് പറയണേ, അങ്ങനെയൊന്നുമല്ല നിധി, വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അപ്പൊ നിധി പറയണേ, പാവ സുധീഷിന് ഗായത്രിയെ അല്ല ഗായിക്കുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലേ സ്നേഹത്തോടു കൂടി ഗായിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്നേ അല്ലേ സുധീഷേ? ദിവസവും ബസ് സ്റ്റോപ്പിൽ പോയി ഗായുവിനോട് സംസാരിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകില്ലേ ആ കുട്ടിയോട് എന്ത് സന്തോഷത്തോടു കൂടിയാ സുധീഷ് സംസാരിക്കുന്നതെന്ന് അറിയോ സുഭാഷേട്ടന്? ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അല്ലേ സുധീഷ് എന്നെ പറഞ്ഞു കൊടുക്ക്. പാവ സുധീഷ്, ഞാൻ ഒരാള് തടസ്സമുള്ളത് കൊണ്ടാണ് സുധീഷിന് പ്രണയം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തെ. ഞാൻ കാരണം വന്ന പ്രശ്നം ഞാൻ തന്നെ ശരിയാക്കാം. ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയണ, ഞാൻ എന്താ പറയുന്നത്, ഇവളെന്താ പറയുന്നത്? ആ ഗായത്രിയോട് സംസാരിച്ചാൽ ഇവള് പൊസസീവ് ആകുമെന്ന് കരുതി ചെയ്തതാ. ഇപ്പൊ ഇവൾ എന്തൊക്കെയാ ചെയ്യുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ സുധീഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ നിധി സുധീഷിനെ ശ്രദ്ധിക്കുകയാണ്. സുധീഷ് വിഷമിക്കാതെ, ഈ പ്രശ്നം ഞാൻ ശരിയാക്കാമെന്ന് നിധി പറയുമ്പോൾ കിളിക്കൂട്ടിൽ എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുകയും ഭാസ്കരൻ പുഞ്ചരിച്ച് അവിടേക്ക് ഇരിക്കുകയുമാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്